ഹായ് ഓൾ, KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു വെറൈറ്റി സാധനമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് പറഞ്ഞാൽ നമ്മൾ ഭൂരിപക്ഷം ആൾക്കാരും തയ്യാറാക്കുന്ന സാധനമല്ല ഇത്. ഒട്ടുമിക്കവർക്കും ഇത് അറിയാത്തൊരു സംഭവമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞുതരാം. അതിനു മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണുക. അപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഒരു പായസമാണ്. അതായത് മുത്താറി വറ്റിച്ചത് എന്നാണ് പറയാൻ, നമ്മളെ കണ്ണൂരിക്കാർ പറയാൻ മുത്താറി വറ്റിച്ചതെന്നാണ്. അപ്പോൾ ആവശ്യത്തിന് ഞാൻ മുത്താറിയും ഒരു പാത്രത്തിൽ മുത്താറി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തേങ്ങ എടുത്തിട്ട് ചിരവിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വെള്ളം വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് മുത്താറിയും തേങ്ങയും കൂടിയിട്ട് നന്നായിട്ട് അരച്ചിട്ട്, അതായത് മുത്താറി പൊടിയാണ്, അംഗൻവാടിയിൽ നിന്ന് മറ്റുള്ളവർക്ക് കിട്ടുന്ന അങ്ങനത്തെ പൊടിയാണ്. അപ്പോൾ ആ മുത്താറി പൊടിയും തേങ്ങയും വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചിട്ട് അതിൻ്റെ പാലെടുക്കാം. അതായത് പറഞ്ഞാൽ പാല് മാത്രമേ ആവശ്യമുള്ളൂ, നമുക്ക് അതിൻ്റെ വെള്ളം മാത്രം, എന്നിട്ടാണ് ഇത് വറ്റിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 2-3 ആണി വെല്ലം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം വെല്ലം നമുക്ക് ആദ്യമേ ഒന്ന് ഉരുക്കാൻ വേണ്ടി അടുപ്പത്ത് വെക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, എന്നാലാണ് പെട്ടെന്ന് കിട്ടുള്ളൂ ഉരുകിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉരുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കുകയാണ്. പിന്നെ നമുക്ക് തേങ്ങയും മുത്താറിയും ഒക്കെ തന്നെ ചേർത്തിട്ട് അരച്ചിട്ട് അതിൻ്റെ ഒന്ന് ജ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാലായിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ കരള പോലത്തെ സംഭവമൊക്കെ കടിക്കാനുണ്ടാവും വായിൽ. അപ്പോൾ ഇപ്പം നോക്കിയാട്ടെ, ഇതാ ഞാനത് അരച്ചിട്ട് അതിൻ്റെ പാല് മാത്രമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ പഴം മുറിച്ചിട്ട്, അതായത് പഴം ചെറുതായിട്ട് മുറിച്ചിട്ടു അതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം അടുപ്പത്ത് വെച്ചിട്ട് 6 kg ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 6 kg ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ, അത് ചൂടായ സമയത്ത് നമ്മൾ ഈ എടുത്ത് വെച്ച സാധനങ്ങൾ കിസ്മിസ്, അതായത് മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതൊന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അല്ല പൊട്ടുന്ന പോലെ ഉണ്ടാവും വായിന്ന്, അല്ലാത്ത പക്ഷമാണെങ്കിൽ ഒരുമാതിരി ഉണ്ടാവും. അതിന് വേണ്ടി ഇതാ ഞാൻ പാത്രത്തിലിട്ടിട്ട് ഒന്ന് അപ്പുറം ഇപ്പുറം എല്ലാം ഇളക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം പിന്നെ ഇതിനു മുമ്പ് ഞാൻ ഇട്ട വീഡിയോസ് എല്ലാം കയറി കാണുക എല്ലാവരും, അതിൻ്റെയൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഓരോരുത്തരുടെയും ഫീഡ്ബാക്ക് അറിയുമ്പോഴാണ് നമുക്കതിനൊരു പ്രചോദനം ഉണ്ടാകാൻ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ട് അതിൻ്റെയൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ ഇട്ട ഒരു കോഴിയട എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. അതിനൊരാൾ കമൻറ്റ് ഇട്ടിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ കോഴിയട എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ സ്ഥലത്ത് ഇറച്ചിയടയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടേ പറയുന്ന വാക്കാണ് അതിന് കോഴിയടാന്ന്. അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യമേ അങ്ങനെയാണ് കേൾക്കുന്നത്, അതിന് കോഴിയട എന്ന് പറഞ്ഞ ആ വാക്ക്. അപ്പോൾ എന്തായാലും സാരമില്ല, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും അതിൻ്റെ ഫീഡ്ബാക്ക് അറിഞ്ഞാൽ നമുക്ക് എന്താണ് സംഭവം. ഓരോ നാട്ടിലും ഓരോ ഭാഷയിലായിരിക്കും പറയുക. കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്ത് ഓരോ ഇതിലാണല്ലോ പറയാൻ സംസാരിക്കുന്നത്. അതായത് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനും ഉണ്ടാക്കുന്ന സാധനത്തിനൊക്കെ. അപ്പോൾ ഇതെൻ്റെ കായ് നല്ലോണം പഴുത്ത കായ് ആയതുകൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കുമ്പോഴത്തേക്ക് നല്ലോണം അടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കായ് വെച്ചിട്ടാണ് മുത്താറി വറ്റിക്കുന്നത്. അപ്പോൾ ഇതുവരെ ആരും വറ്റിച്ചിട്ടില്ലെങ്കിൽ, ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്ത് ടേസ്റ്റാണെന്നറിയാം, കുടിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് തയ്യാറാക്കി നോക്കിയാൽ നമുക്ക് മറ്റുള്ള പായസത്തേക്കാൾ വെല്ലുന്നത്, അതായത് പറഞ്ഞാൽ കുടിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറഞ്ഞത് കൊണ്ടാണ് പറയുന്നത്. വോയിസ് കൊടുക്കുന്നത് ശേഷമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നല്ല അടിപൊളി ടേസ്റ്റുള്ള പായസമാണ് ഇതെന്ന് എല്ലാവരും പറയുന്നത്. അപ്പം ഞാനിതാ അത് കായ് ഒന്ന് വാടിയതിന് ശേഷം ഞാൻ വെള്ളത്തിൻ്റെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ അരിച്ചു വെച്ചതാണ്, അതങ്ങനെ തന്നെ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഡയറക്റ്റായിട്ട് ഇടുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂയും കല്ലും ഒക്കെ നമുക്ക് കടിക്കും. അതുകൊണ്ട് എന്ത് പണി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഉരുക്കിയിട്ട് അത് അരിച്ചിട്ടേ എടുക്കാൻ പാടുള്ളൂ. അപ്പം ഞാൻ അങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് അതിന് ഇതൊന്ന് നല്ലോണം തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു ഏലക്കായ് പൊടിച്ചിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഏലക്കായ് ഇവിടെ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് ഒറ്റ ഏലക്കായ് മാത്രം ഒന്ന് ചതച്ചിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് മധുരം ബാലൻസ് ചെയ്യാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ തേങ്ങാപ്പാലും മുത്താറിയും അരച്ച് പാലാക്കി വെച്ചത് നമുക്ക് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റേതായ ടേസ്റ്റ് മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ ഒന്ന് തയ്യാറാക്കി കൂടി ചെയ്തിട്ട് ഇത് കുടിച്ചു നോക്കിയാൽ അതിൻ്റെ അഭിപ്രായം നന്നായിട്ട് പറയാനുണ്ടാവും.
അപ്പോൾ ഇതാ ഇങ്ങനെ നമുക്ക് അരച്ചിട്ട്, അതായത് ചിലവർ പൊടി അങ്ങനെ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക ചെയ്യാൻ. അപ്പോൾ നമുക്കൊരു ടേസ്റ്റ് കിട്ടൂല. അതായത് പറഞ്ഞാൽ വായിന്ന് ചവക്കാനുണ്ടാവും ഒരുപാട്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് തേങ്ങാപ്പാലിൻ്റെ കൂടെ തന്നെ, തേങ്ങയുടെ കൂടെ തന്നെ അരിഞ്ഞ് അതിൻ്റെ പാല് മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ പഴമോ അണ്ടിപ്പരിപ്പോ ഒക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്ന് വറ്റി വരണ്ട് വരാൻ. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയും. ഏകദേശം വറ്റി വരുന്നുണ്ട്. ആവശ്യത്തിന് നല്ല രീതിയിൽ തന്നെ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇളക്കുന്നതിനനുസരിച്ച് വറ്റി വരും. ഇളക്കാതിരിക്കാനും പാടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കയറിയിട്ട് ഇത് അടുക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടും. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇളക്കി കൊടുത്തേ ഇരിക്കുക. നന്നായി തിളച്ചിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി പായസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒന്നുകൂടി ഒന്ന് വറ്റാനുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഒന്നുകൂടി ഒന്ന് വറ്റിയിട്ടുണ്ട്. നല്ല മധുരവും നല്ല ടേസ്റ്റും നല്ല രുചിയും ഒക്കെയുള്ള പായസമാണ്. അപ്പം നിങ്ങൾ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതിൻ്റെ കൂടെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ഓക്കെ, ബായ്.